ഹലോ ഗായ്സ്, ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. ഇന്ന് കുറച്ച് സ്ട്രോബെറി ഒക്കെ കഴിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്ത് നേരെ പള്ളിയിലേക്ക് പോകാനാണ് പ്ലാന്. ഇന്ന് ഓശാന ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ അതിൻ്റേതായിട്ടുള്ള പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പയ്യെ വെളിയിലോട്ട് ഇറങ്ങി. ഇന്ന് നല്ലൊരു വെതറാണ്. നല്ല വെതർ എന്ന് പറഞ്ഞാൽ ഒരു വിൻ്ററും അല്ല സമ്മറും അല്ല, ഒരു സ്പ്രിങ് എന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും നമുക്ക് ഒട്ടും ചൂടില്ല, അധികം തണുപ്പില്ല, ഒരു രീതിയിലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു തെളിഞ്ഞ ക്ലൈമറ്റാണ് ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷവും എന്തൊക്കെയോ ഒരു പോസിറ്റീവ് എനർജിയൊക്കെയാണ്. ഒന്ന് പിന്നെ പള്ളിയിൽ പോകുന്നു. ഞാൻ കുറേ ഞായറാഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ പള്ളിയിൽ പോകുന്നത്. എൻ്റെ താമസിക്കുന്ന അവിടുന്ന് അടുത്ത് തന്നെയാണ് ചർച്ച്. കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് നടക്കാൻ. ഞാൻ എന്നും ഇതിലേ നടന്നു വരുമ്പോൾ ഇരിക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡാണിത്. കാരണം നടന്ന് ക്ഷീണിക്കുമ്പോൾ ഞാൻ ഇൻ ബിറ്റ്വീൻ കുറച്ച് നേരം 5 മിനിറ്റ് ഇരുന്നിട്ട് ഇവിടുന്ന് പോകാറുള്ളൂ. എന്ത് തെളിഞ്ഞ ക്ലൈമറ്റാണ്, ആകാശമൊക്കെ നന്ന് തെളിഞ്ഞൊക്കെയാണ്. അതേപോലെ തന്നെ വലിയൊരു അട്രാക്റ്റീവ് പോയിൻ്റാണ് ഇത്. നമുക്ക് എന്തോ രസമായിട്ട് ആ മരം നിൽക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി സ്പ്രിങ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് UK-യിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൂക്കളും എല്ലാ വൃക്ഷങ്ങളും പൂത്ത് നല്ല പച്ചപ്പും അങ്ങനെ ഒരു കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആക്ച്വലി ഞാൻ കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ പൂക്കളെ പറ്റി കാണിച്ചു തരാം. കാരണം പോകുന്ന വഴിക്കെല്ലാം പല നിറത്തിലുള്ള പൂക്കളും പല നിറത്തിലുള്ള ഇലകളും ഒക്കെയാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ ചർച്ചിനോട് ഏതാണ്ട് അടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ചർച്ച് എത്തും. ആ കാണുന്നതാണ് ചർച്ച്. എനിക്കിവിടുന്ന് ക്രോസ് ചെയ്ത് ചർച്ചിലോട്ട് കയറണം. ഇത് നമ്മുടെ സെൻറ്റ് മാർക്ക് ചർച്ചാണ്. സെൻറ്റ് മാർക്ക് ചർച്ച് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് 1895 1898 ബിൽഡ് ചെയ്ത ഒരു ചർച്ചാണ്. ഇതിൻ്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് എവലിൻ ഹെലിക്കർ എന്ന് പറയുന്ന ഒരാളാണ്. ഇത് ആക്ച്വലി വളരെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ചർച്ച് കൂടിയാണ്. ഇനി ഇതിനകത്ത് മാസമൊക്കെ നടക്കുന്നുണ്ട്. ഇതിലെയാണ് നമ്മൾ എൻട്രി ചെയ്ത് എൻട്രൻസ് റൈറ്റ് സൈഡിലാണ് എൻട്രൻസ്. മുന്നോട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ക്യാൻറ്റീൻ. മാസ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഓശാന ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രയറും കാര്യങ്ങളും ഒക്കെ ഇന്ന് ഇവിടെ നടക്കും. ഈ ചർച്ച് ആക്ച്വലി രണ്ടാം ലോക മഹായുദ്ധത്തിൽ 1941 അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു ചർച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇത് റീബിൽഡ് ചെയ്തത് 1953 ഇത് ആക്ച്വലി ഇവിടെ എല്ലാം നശിച്ച് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ട് പിന്നെയും പണിഞ്ഞ് എടുത്തതാണ് ഈ ചർച്ച്. വേൾഡ് വാറിൻ്റെ സമയത്ത് എല്ലാം പോയതാണ്. ഈ കുരിശ് വേൾഡ് വാറിൽ മരിച്ചവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെ സ്ഥാപിച്ചേക്കുകയാണ്. ഇത് ആക്ച്വലി മെനി പീപ്പിൾസ് ബിൽഡിംഗ് ആൻഡ് ഷോപ്സ് ബിസൈഡ് പ്രൈവറ്റ് ഹൗസസ് വെർ സീരിയസ്ലി ഇഞ്ചേർഡ് ആൻഡ് ഡിസ്ട്രോയ്ഡ് എമംഗ് ദ ലേറ്റ് ബോത്ത് മദർ ആൻഡ് ഡോട്ടർ ചർച്ചസ് ലൈക്ക് സെൻറ്റ് പീറ്റേഴ്സ്, സെൻറ്റ് പോൾസ് ആൻഡ് സെൻറ്റ് മാർക്ക്. All windows glasses was destroyed and much of stoneworks of perch were broken. ഭയങ്കര കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിതിപ്പോൾ വിക്കിപീഡിയയിൽ നിന്ന് വായിച്ച ഒരു ഇൻഫർമേഷനാണ്. ഈ ചർച്ച് നന്നായിട്ട് നശിച്ചു പോയൊരു ചർച്ചായിരുന്നു ആ വേൾഡ് വാറിൽ. അങ്ങനെ മാസമൊക്കെ കഴിഞ്ഞ് ഞാൻ ദേവള്ളിയിലോട്ട് ഇറങ്ങി. എനിക്ക് ഈ ക്ലൈമറ്റ് കണ്ടിട്ട് തന്നെ വീട്ടിൽ തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ഇങ്ങനെ കുറേ ഇങ്ങനെ നടക്കാനും ഒക്കെ തോന്നുന്നു. നോക്ക് എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത്. എന്തോ നമ്മളൊരു എന്താ പറയുന്നത്, ഒരു ഗാലറി ചെന്ന പോലെ ഒരു പിക്ചർ കണ്ട ഒരു എഫക്റ്റാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ എല്ലാം ഇങ്ങനത്തെ കാഴ്ചകളാണ്. എല്ലാം പൂക്കളും ഭയങ്കര ക്ലീനായിട്ടാണ് ഇവിടെ ഇടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ കണ്ടതെല്ലാം വലിച്ചു വാരി ഒന്നും ഇവരവിടെ ഇവിടെ ഒന്നും ഇടത്തില്ല. എല്ലാം ക്ലീനായിട്ടാണ്. നമുക്ക് എനിക്ക് എന്തൊക്കെ രീതിയിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെയാണ്. ഞാനിങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു അണ്ണാൻ. ഇവിടുത്തെ അണ്ണാനും ഇച്ചിരി വലുപ്പമൊക്കെ കൂടുതലുണ്ട്. നമ്മുടെ നാട്ടിലെ അണ്ണാൻ കുഞ്ഞാണ്. അപ്പം ഇവിടുത്തെ അണ്ണാൻ കുറച്ചുകൂടി ഫ്രണ്ട്ലിയാണ്. ഇതിപ്പോൾ എന്നെ കണ്ടിട്ട് ഓടിപ്പോയി. പക്ഷേ സാധാരണ ഇത് അടുത്തൊക്കെ വരാറുണ്ട്. അതേ നോക്കി നിന്നപ്പോൾ അത് മുകളിലൊരു ഫ്ലൈറ്റ് പോകുന്നു. ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ മരം പൂത്ത് നിൽക്കുന്ന മരത്തിൻ്റെ ആ ഒരു ഏരിയയിൽ വന്നപ്പോഴാണ് ഞാനിതെല്ലാം കണ്ടത്. എന്തും വൃത്തിയായിട്ടാണ് റോഡും പരിസരമൊക്കെ. അതുപോലെ തന്നെ നോക്ക്, ഈ സൈഡിലുള്ള ഈ ഗ്രാസ് എല്ലാം ഇവർ നല്ല വെട്ടിത്തെളിച്ച് നല്ല നല്ല മനോഹരമായിട്ട് നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഭയങ്കര ഒരു ഭിത്തി പോലെ ഉണ്ടാക്കി വെച്ചേക്കുമല്ലേ. ഇതിനകത്തും എല്ലാം കോമ്പൗണ്ടിനകത്തും എല്ലാം ഈ പിങ്ക് കളർ പൂവാണ് ആക്ച്വലി ഒത്തിരി ഉള്ളത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പല നിറത്തിലുള്ള പൂക്കളും ഉണ്ട്. ഈ ഗ്രാസ്, അതിനിടയ്ക്ക് ഈ പൂക്കൾ. ഈ ബിൽഡിംഗ് കണ്ടോ, ഇതൊരു പഴയ ബിൽഡിംഗ്, ഒരു ഹോണ്ടഡ് പ്ലേസ് പോലെ എനിക്ക് തോന്നുന്നു. ഇതിനകത്തൊരു ഷിപ്പൊക്കെ കിടപ്പുണ്ട്, ഒരു വള്ളം പോലെ, ബോട്ട് പോലെ ഒരു സാധനം. ഇതൊക്കെ ആക്ച്വലി ആരും യൂസ് ചെയ്യുന്നില്ല ഈ വീടൊന്നും. ഇതിനപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നല്ല വീടുണ്ട്. ഇതൊരു ഗാർഡൻ, ഒരു പാർക്കാണ്. ഇപ്പം എനിക്ക് സമയമില്ല കയറാൻ, നിങ്ങളെ ഞാൻ വിശദമായി കാണിക്കാം പാർക്ക്.
ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി വേറൊരു കാര്യമാണിത്. ഇത് കണ്ടോ, ലൈബ്രറിയാണ്. ഇതൊരു ലിറ്റിൽ ഫ്രീ ലൈബ്രറി എന്ന് പറയും. ഇത് പല വീട്ടുകളിലും പല റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാം. നിങ്ങളുടെ കയ്യിലുള്ള ബുക്സൊക്കെ ഇവിടെ വെച്ചിട്ട്, ഒരു ബുക്ക് വെച്ചിട്ട് വേറൊരു ബുക്ക് എടുത്തുകൊണ്ട് പോയി വായിക്കാം, എന്നിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവെക്കാം. ബുക്കൊന്നും ഇല്ലെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു ഐഡിയ ഭയങ്കര നല്ലതല്ലേ, നല്ല ഒരു ബുദ്ധിപരമായിട്ടുള്ള ഐഡിയ അല്ലേ. ടേക്ക് എ ബുക്ക്, ഷെയർ എ ബുക്ക്, അത് ഭയങ്കര ബുദ്ധിപരമായ ഐഡിയ അല്ലേ. കണ്ടോ, വെള്ളപ്പൂക്കൾ, ഫുൾ പൂക്കളാണ്. ഈ ഒരു നിറത്തിലുള്ള പൂക്കൾ ഈ ക്യാമറയിൽ അത്ര തെളിഞ്ഞ് കാണുന്നില്ലെങ്കിൽ പോലും ഈ പൂ ഭയങ്കര, ഈ ഫ്ലവർ ഭയങ്കര രസമുള്ളത്. എനിക്കിതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല, പക്ഷേ എനിവേ ആസ്വദിക്കാൻ പേരൊന്നും അറിയണമെന്നില്ലല്ലോ. മഞ്ഞ കളർ പൂവ്, ഈ മഞ്ഞ കണ്ടിട്ട് ഞാൻ നേരെ അപ്പുറത്തോട്ട് തിരിഞ്ഞപ്പോഴാണ് വെള്ള കളർ പൂവും കണ്ടത്. എന്തു മനോഹരമാണ്. നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കുറേ കാഴ്ചകളാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് വരികയാണ്. പള്ളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു, നടന്നു. ഇനി എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിച്ച് കിടന്നുറങ്ങണം.